ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു നല്ല മസാലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കോളിഫ്ലവറിൻ്റെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ കോളിഫ്ലവറിൻ്റെ പകുതിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും പുഴുക്കളോ കെമിക്കലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോളും. ചെറിയ ചെറിയ ഫ്ലോറക്സ് ആയിട്ട് എടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, പുഴു എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു 10-15 മിനിറ്റ് ഈ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. ഇനി ഒരു മിക്സി ബൗൾ എടുക്കുക. നമുക്കതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി അല്ലി, ഒരു മീഡിയം സൈസ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം, ഒരു പച്ചമുളക്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം എന്ന് പറയുന്നത് ഫെന്നൽ സീഡ്സ്, വലിയ ജീരകം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ചതച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുമ്പം നമ്മളിപ്പോൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, പച്ചമുളക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചെറിയ തീയിലാണ് വച്ചേക്കണത്. നല്ലൊരു സ്മെല്ല് വരണ വരെ വഴറ്റി കൊടുക്കാം. ഒരു 2 കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണ്. അപ്പം 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത 2 സവാള. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വരണം. നല്ല ഗോൾഡൻ കളർ ആകണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ തന്നെ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് വഴന്ന് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കൈ എടുക്കാതെ ഇളക്കണമെന്നൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ മാത്രമേ വയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പൊടികൾ മൂത്ത നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം. സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. കുറച്ച് നേരം അടച്ചു വെച്ച് കൊടുക്കാം. ചെറിയ തീയിലിട്ടാൽ മതി. ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് തുറന്ന് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ കോളിഫ്ലവർ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി.
ഇപ്പം എന്താ ഒരു 5 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കണം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കണത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാളയ്ക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ തീയിൽ തന്നെയാണ് വച്ചേക്കണത്. ഇപ്പം എന്താ നമ്മുടെ മസാലയുടെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.